അവർ ചെയ്ത ത്യാഗത്തിന്റെ ഒരു അയലത്ത് പോലും എത്താൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഈ വരുന്ന നാളുകളിൽ ആത്മാർത്ഥമായി കൂടുതൽ റബ്ബിലേക്ക് അടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി, ലാ യലിജുന്നാറ റജുലുൻ ബക്കാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരു കണ്ണും നരകത്തീ സ്പർശിക്കുകയില്ല. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നാം ചെയ്ത പാപങ്ങളോ നരകമോ അതുപോലെ തന്നെ സ്വർഗത്തെ ഓർത്ത് അദാബിനെ ഓർത്ത് കരയുന്ന കണ്ണുകളും നരകത്തിലെ തീയും ഒരിക്കലും ഒന്നിച്ചു ചേരുകയില്ല. എത്രത്തോളം കറന്നെടുത്ത അകിടിൽ നിന്ന്, പശുവിന്റെ അകിടിൽ നിന്നും കറന്നെടുത്ത പാല് അകിടിലേക്ക് തിരിച്ചു കയറുകയില്ല എന്നത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ, അതേപോലെ ഒരിക്കലും തന്നെ റബ്ബിനെ ഓർത്തൊരാൾ കരഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാൾ നരകത്തെ സ്പർശിക്കുകയില്ല. അള്ളാന്റെ മാർഗത്തിൽ എന്തെങ്കിലും പ്രയാസം നമ്മൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ? പള്ളിയിൽ വരാനോ നിസ്കരിക്കാൻ വരാനോ അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ, നമ്മുടെ പേഴ്സണൽ വിഷയത്തിലല്ല, കച്ചവടത്തിന്റെ വിഷയത്തിലോ അല്ലെങ്കിൽ മറ്റു വിഷയത്തിലോ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ, തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു, റബ്ബിനോട് മാത്രം സഹായം തേടുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നു എന്നതിന്റെ പേരിലൊക്കെ എന്തെങ്കിലും ആളുകളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ നാട്ടിൽ നിന്നൊക്കെ പ്രയാസം ഉണ്ടാവുന്നെങ്കിൽ ലാ യജ്തമിഉ ഉബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം, ആ പൊടിയും നരകത്തിലെ പുകയും തമ്മിൽ ഒന്നിച്ചു ചേരുകയില്ല. الذين يبلغون رسالات الله ويخشونه ولا يخشون احدا الا الله. അല്ലാഹുവിന്റെ ദീനെ എത്തിച്ചു കൊടുക്കുന്ന വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക. ഈ ബാംഗ്ലൂരു സിറ്റിയിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ, മലയാളികൾ തിങ്ങിപ്പാർക്കുന്നുണ്ട് പലയിടങ്ങളിലും. ഒരു ജുമാ ദിവസമായിട്ട് പോലും പള്ളിയിലേക്കൊന്ന് പോകാൻ മനസ്സ് തോന്നാത്ത ആളുകളുണ്ട്. ആരെയെങ്കിലൊക്കെ പരിചയപ്പെടുമ്പോഴാ നമുക്ക് ഇവിടെ ഒരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നമുക്ക് പള്ളിയുണ്ട്, അപ്പോ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്നാൽ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ നാടുകളിലേക്ക് മടങ്ങിയാലും ആരിവിടേക്ക് വന്നു തുടങ്ങിയോ അവർ ചെയ്യുന്ന എല്ലാ നന്മകളുടെയും ഒരു പാർട്ട് നമുക്ക് ലഭിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അയ്യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, നീ കാരണത്താൽ ഒരാളെങ്കിലും ഹിദായത്തിലായാൽ ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാളും ഖൈറാണ്. ത്യാഗം നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് തബൂക്ക് യുദ്ധത്തിനാണ്. ജയ്ഷുൽ ഉസ്റ എന്നാണ് അതിനറിയപ്പെടുന്നത്. 30,000 സ്വഹാബികളുമായി കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പോകുന്നത്. മദീനയിൽ നിന്ന് 650 കിലോമീറ്ററാണ് തബൂക്കിലേക്ക്. വേണ്ടത്ര യുദ്ധസന്നാഹങ്ങളില്ല. ആവശ്യപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകി, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു സമ്പന്നനാണ് നൽകി, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 1000 സ്വർണ്ണ നാണയങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗബിലേക്ക് ഇങ്ങനെ ഇട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം തെളിഞ്ഞു. മാ ദറ ഉസ്മാൻ ബഅദ ഹാദൽ യൗം മാ അമില ബഅദൽ യൗം, മാ ദറ ഉസ്മാൻ, ഉസ്മാന് യാതൊരു ഉപദ്രവവുമില്ല ഇന്നേക്ക് ശേഷം. കാരണം തന്റെ സ്വത്തിൽ നിന്ന് ഭാരിച്ച സംഖ്യ അള്ളാന്റെ ദീനിനു വേണ്ടി കൊടുക്കാൻ തയ്യാറായി. മാത്രമല്ല 900 ഒട്ടകങ്ങളും 100 കുതിരകളെ കൂടി നൽകി. 30,000 ആളുകളുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് യാത്ര പോവുക, തോൽപാത്രത്തിൽ വെള്ളം നിറച്ച് 17 ആളുകൾക്ക് ഒരു ഒട്ടകം വീതം, 17 ആളുകൾക്ക് ഒരു ഒട്ടകം വീതം ഊഴമനുസരിച്ച് അവരിങ്ങനെ മാറി മാറി നടന്നുകൊണ്ട് കുറെ പോയി. അവരുടെ കയ്യിലുള്ള വെള്ളം തീർന്നു. എന്താ ചെയ്യാ? ദാഹിച്ച് വലഞ്ഞുകൊണ്ട് മരുഭൂമി താണ്ടിക്കൊണ്ടാണ് അവർ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒട്ടകത്തെ അറുക്കാൻ. ഒട്ടകത്തെ അറുത്തിട്ട് അതിന്റെ ഉള്ളിലുള്ള കൃഷി എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് ആ വെള്ളം കുടിച്ചുകൊണ്ട്, ഒട്ടകം ഇങ്ങനെ സംഭരിച്ചു വെക്കുമല്ലോ, അത് അവർ കുടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് ചരിത്രത്തിൽ കാണുമ്പോൾ സഹോദരങ്ങളെ, നമ്മളൊക്കെ എന്ത് സഹിച്ചു ത്യാഗം റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ. അള്ളാന്റെ പള്ളിയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാലിന്യം എടുത്ത് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഒന്ന് ക്ലീനാക്കാനോ എങ്കിലും നമ്മൾ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ നാട്ടിലോ ഇവിടെയോ എവിടെയെങ്കിലും അള്ളാന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊടുക്കാനും ചെയ്യാനും ഒക്കെ സഹകരിക്കാൻ, ഒന്നുമില്ലെങ്കിലും അതിനോടൊന്ന് കൂടെ നിൽക്കാൻ. തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തോടും നന്മയോടും നിങ്ങൾ സഹകരിക്കൂ. അതല്ലേ അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, അല്ലാഹു ചോദിക്കുന്നത്, നിങ്ങൾ വിചാരിക്കുന്നോ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾ അങ്ങ് പ്രയാസമില്ലാതെ കടന്നു പോകുമെന്ന്? ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب.
നിങ്ങൾ വിചാരിക്കുന്നു സ്വർഗത്തിലേക്ക് പെട്ടെന്ന് പോകാമെന്ന്? നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ അനുഭവിച്ച ത്യാഗങ്ങൾ, അവർ പീഡനങ്ങൾ, പ്രയാസങ്ങൾ, അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടിരുന്നു. അവർ ചോദിച്ചു എപ്പോഴാണ് അള്ളാന്റെ സഹായം ഉണ്ടാവുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരാളെ കൊണ്ടുവന്ന് ഒരു കുഴി കുഴിച്ച് അതില് അയാളെ ഇറക്കി നിർത്തി തല രണ്ടായി പിളരുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും തന്റെ ദീനിൽ നിന്ന് അയാൾ പുറകോട്ട് പോയിട്ടില്ല. അങ്ങനെ ദീനിനു വേണ്ടി ജീവിതം നൽകിയ, ജീവൻ നൽകിയ എത്രയോ സഹാബിമാര്, മഹാന്മാര്, മുൻഗാമികള് അള്ളാഹിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ മയ്യത്ത് പോലും മറവ് ചെയ്യാൻ അനുവദിക്കാത്ത വിധം ബഹിഷ്കരിക്കപ്പെട്ട അവസ്ഥകള് കേരളത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തേ ചെയ്ത തെറ്റ്? ഇല്ലായഖൂലു റബ്ബുനല്ല, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ്, ഞങ്ങളുടെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. വേറൊരാളോടും, ഒരു ശേഖരോടും, ഒരു തങ്ങളോടും, ഒരു ഏലസും ഉറുക്കും ഒന്നും എനിക്ക് വേണ്ട. ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ അള്ള മതി എന്ന് പറഞ്ഞതിന്റെ പേരിൽ. സഹോദരങ്ങളെ, അതാണ് ദീന്. ഒരു സൂപ്പർമാനോ അല്ലെങ്കിൽ മജീഷ്യനോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള മിറാക്കിളൊന്നല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഈ ദീൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് അള്ളാഹുവിന്റെ ദീനാണ്. ആ ദീനനുസരിച്ച് ജീവിക്കാനും അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സഹോദരങ്ങളെ നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ നമ്മൾ സമ്പാദിക്കുന്നത്, ചെലവഴിക്കുന്നത് എല്ലാം നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇന്നിപ്പോ ആളുകൾ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. ബിസിനസ്സും കച്ചവടമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര ഗൗരവമാണ്. ജനങ്ങൾക്കൊരു കാലം വരും, ലാ യുബാലിൽ മർഉ, മനുഷ്യൻ അത്ര കെയർ ചെയ്യുകയില്ല. എന്ത്? അമ്മിനൽ ഹലാലി അമ്മിനൽ ഹറാം അയ്യഖുദൽ മാൽ, അവൻ സ്വത്തെടുക്കുന്നത് അത് ഹലാലാണോ ഹറാമാണോ, ഇന്ന കച്ചവടം അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ ലാഭം കിട്ടുന്നത് എല്ലാം എടുക്കുന്ന ഒരവസ്ഥ. അങ്ങനെ എങ്ങാനും സഹോദരങ്ങളെ നമ്മൾ കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്ത് ഏത് മാർക്കറ്റിംഗിലായിരുന്നാലും ഹലാലാണോ ഹറാമാണോ അത് കൃത്യമായി നോക്കണം. പല ആൾക്കാരും ഷെയർ മാർക്കറ്റിംഗിലൊക്കെ പൈസ കൊണ്ടുപോയിടും. ആ പണം കൊണ്ട് അവർ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് കൃത്യമായി അറിയണം. ഹലാലായ ബിസിനസ് ബാങ്കിങ്ങിൽ പോലും പലതരക്കും ചർച്ചകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ പണം കൊണ്ട് പലതും നടത്തപ്പെടുന്നു എന്ന്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, സൂക്ഷ്മത പാലിക്കാൻ ഒരു വിശ്വാസിക്ക്, ഈമാനുള്ള ആളുകൾ അത്രയൊക്കെ ശ്രദ്ധിക്കണം. തങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിൽ ഒരു രൂപ പോലും ഹറാമായത് എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും നൽകാൻ ഇടവരരുത്, പട്ടിണി കിടന്നോളാം. അങ്ങനെ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തണം. സലഫുകൾ അങ്ങനെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ അവർ ഉപദേശിക്കാറുള്ളത് അങ്ങനെയാണ്. ഇയ്യാക വകസ്ബൽ ഹറാം, നിങ്ങൾ ഹറാമിൽ സമ്പാദിക്കുന്നത് സൂക്ഷിക്കണേ. ഇന്നാല നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ, ഞങ്ങൾ വിശപ്പും പട്ടിണിയും സഹിച്ചോളാം, പക്ഷേ നരകത്തെ സഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കാരണം എന്താ? കുല്ലു ജസദിൻ നബത ഫീ സുഹത്തിൻ ഫന്നാറു ഔലാ ബി, ഏതൊരു തടിയാണോ ഹറാമിൽ വളരുന്നത്, നമ്മൾ തിന്നുന്നതും നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതും ഹറാമിലാണോ എങ്കിൽ അതിന് ഏറ്റവും യോജിച്ചത് നരകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹറാമായത് തിന്നാനുള്ള ഇടവരരുത്, പട്ടിണി കിടന്നാലും ശരി. യാ അയ്യുഹല്ലദീന ആമനൂ യാ അയ്യുഹന്നാസ് യാ അയ്യുഹർ റസൂൽ, ഇങ്ങനെ 3 വിഭാഗം മനുഷ്യന്മാരെ വിളിച്ച്, അമ്പിയാക്കളെ വിളിച്ച്, വിശ്വാസികളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ ഹലാലായതും ത്വയ്യിബായതും തിന്നണം. നമ്മൾ ഹലാലായത് സമ്പാദ്യം ശരിയാണെങ്കിൽ നമ്മൾ ദുആഇന് ഉത്തരം നൽകുകയുള്ളൂ. സഅദ് ഇബ്നു അബീ വഖാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ്, അത്തിബ് മത്അമക തകുൻ മുസ്തജാബു ദഅവ, നിന്റെ സമ്പാദ്യം നീ ഹലാലാക്കിക്കോ, എങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കിട്ടും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അവിടെ സമ്പാദ്യം നമ്മൾ ഹലാലാക്കണം. ഞാൻ ചെയ്യുന്ന ബിസിനസ്, എനിക്ക് വരുന്ന ഇൻകം അത് ഹറാമായത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹക്ക് അതിലുണ്ടോ എന്ന് അന്യായമായി കൊണ്ട് ഒരാളെയും ചീറ്റ് ചെയ്യാൻ പാടില്ല. വാങ്ങാൻ വരുന്ന ആൾക്ക് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് അറിയില്ല, ഈ കച്ചവടത്തെക്കുറിച്ചും അതല്ലെങ്കിൽ ഈ സാധനത്തെക്കുറിച്ചും കൃത്യമായിട്ട് അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളെ പറ്റിക്കാൻ ഈസിയാണ്. ഒരിക്കലും അങ്ങനെയല്ല. കച്ചവടത്തിൽ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഹല്ലല്ലാഹുൽ ബൈഅ വ ഹറമ റിബ, കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കി, ആ മാന്യമായ നിലയ്ക്ക് എത്ര ലാഭവും നമുക്ക് എടുക്കാം. ഏത് ഹലാലായ കച്ചവടവും നമുക്ക് നടത്താം, മാന്യമായ ലാഭവും എടുക്കാം. എന്നാൽ സത്യസന്ധമായിരിക്കണം. ആര് സത്യസന്ധത പാലിച്ചോ അവൻ അതിൽ ബറക്കത്ത് നൽകപ്പെടും.
കാര്യങ്ങൾ വ്യക്തമാക്കി. ഇത് എന്നാണോ വന്നത്, ഇതിന്റെ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് സത്യസന്ധമായി കച്ചവടം ചെയ്താൽ അത് ബറക്കത്തുണ്ടാവും. എന്നാൽ കളവ് പറയുകയാണ്, സത്യം മറച്ചു വെക്കുകയാണ് എങ്കിൽ മുഹിഖത്ത് ബറക്കത്തുഹുമാ, അതിന്റെ കച്ചവടത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും. അങ്ങനെ ആൾക്കാരെ പറ്റിച്ച് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും സഹോദരങ്ങൾ അതിലൊരു ബറക്കത്ത് ഉണ്ടാവില്ല. അത് പോണ വഴി അറിയില്ല. അതുകൊണ്ട് കച്ചവടം, അതുപോലെ തന്നെ നമ്മുടെ സാലറി ആയിരുന്നാലും നമ്മുടെ ബിസിനസ് ആയിരുന്നാലും ഏതായിരുന്നാലും ഹലാലായതായിരിക്കണം എന്നത് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സലഫുകളൊക്കെ അതിൽ ഏറെ താല്പര്യം കാണിച്ചിരുന്നു. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഉള്ളതിൽ നിന്ന് കൊടുക്കുക. ഇനി കുറച്ച് നാളുകളൊക്കെ ഉള്ളൂ. റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്നതിനേക്കാൾ ഉദാഹരണമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും പെരുന്നാൾക്ക് ഡ്രസ് എടുക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ട്. കിട്ടിയ പൈസയും സാലറിയും മക്കളുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ ഫീസ് അടച്ച് ഇങ്ങനെയൊക്കെ വീട്ടിൽ പട്ടിണി കിടക്കുന്നവരായ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളതൊന്ന് അന്വേഷിക്കണം. നമ്മുടെ അയൽപക്കത്തും കുടുംബത്തും നാട്ടിലൊക്കെ ആരെങ്കിലും അങ്ങനത്തോരുണ്ടോ? അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ ഇസ്ലാം പഠിപ്പിച്ച വലിയ പുണ്യമാണ്. അസ്സാഇ അലൽ അർമലതി വൽ മിസ്കീൻ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. വിധവകളുടെയും പാവപ്പെട്ടവരുടെയും വിഷയത്തിൽ പരിശ്രമിക്കുന്ന ആൾ അള്ളാന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ്. അബിൽ ഖായിമിൽ ലൈലി സ്വായിമിൻ നഹാർ, അല്ലെങ്കിൽ പകൽ നോമ്പെടുക്കുന്ന രാത്രി നിസ്കരിക്കുന്ന അവരെ പോലെയാണ്. അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ദീനിന്റെ ആളാണോ എങ്കിൽ നമ്മുടെ നാട്ടിൽ അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. സമൂഹത്തിൽ നിരാലംബരായ, അഗതികളായ, പാവങ്ങളായ, കഷ്ടപ്പെടുന്ന ആളുകളെ ചേർത്ത് നിർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, ഹുബ്ബിൽ മസാകിൻ, പാവങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക, പാവങ്ങളോടൊപ്പം നിൽക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉള്ളതിൽ നിന്ന് കൊടുക്കുക. കൊടുത്തു എന്ന് വിചാരിച്ച് ആർക്കും എന്തായിട്ടില്ല, ഇതുവരെ നഷ്ടം സംഭവിച്ചിട്ടില്ല. മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ, കൊടുത്തതുകൊണ്ട് ആർക്കും കുറഞ്ഞു പോയിട്ടില്ല. നമ്മളെ പോക്കറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പാവങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യത്തിന്, കോളേജിനോ പള്ളിക്കോ മദ്രസക്കോ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. അല്ലാഹ് അതിന് പകരം നൽകും. വമാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫഹുവ യുഖ്ലിഫുഹു, നിങ്ങൾ നന്മയിൽ ചെലവഴിച്ചാൽ അല്ലാഹ് പകരം നൽകും. ഓരോ ദിവസവും 2 മലക്കുകൾ ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ കൊടുക്കുന്നവന് നീ പകരം നൽകണം. മറ്റൊരു മലക്ക് പറയുന്നത് അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനെ നീ നാശം നൽകണം. നമ്മളൊക്കെ ഒരു അവസ്ഥ എന്താ വെച്ചാല്, നമുക്ക് കിട്ടേണ്ടത് എന്താ? സ്വർഗം കിട്ടണം. സ്വർഗമാണ് ചോദിക്കുന്നത്. എന്നിട്ടോ ഉള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ് കീറിയ 5 റുപ്യ 10 റുപ്യന്റെ നോട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അള്ളാഹുവോട് സ്വർഗം ചോദിക്കുന്നത്. കിട്ടേണ്ടത് ജന്നത്തുൽ ഫിർദൗസ് ആണ്. കൊടുക്കുന്നത് നമ്മുടെ അടുത്തുള്ളതിൽ നിന്ന് ഏറ്റവും ചെറിയ നോട്ടുകളാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെയല്ല, കൊടുക്കൂ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ പുണ്യം നേടിയവരാവുകയില്ല എന്ന സൂറത്ത് ആൽ ഇംറാനിലെ ആയത്തിറങ്ങിയപ്പോ അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ. എന്നിട്ട് പറഞ്ഞു, നബിയെ, മദീന പള്ളിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ബൈറുഹ തോട്ടമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇതിതാ നിങ്ങളെ ഏൽപ്പിക്കുന്നു, എന്താ നിങ്ങൾ ചെയ്തു? അല്ല അബൂ തുൽഹ, നീ നിന്റെ കുടുംബത്തിലെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തോ? നോക്കൂ സഹോദരങ്ങളെ, ഖുർആന്റെ ഒരു ആയത്തിനോട് അവർ കാണിച്ചതാണ്. നമുക്കിഷ്ടപ്പെട്ടതാ കൊടുക്കേണ്ടത്, വേസ്റ്റ് വന്നതല്ല. നമുക്കിഷ്ടമുള്ളതോടൊപ്പം നമുക്കിഷ്ടമുള്ളതോടൊപ്പം മറ്റുള്ളവർക്കും കൊടുക്കുക, തിന്നാൻ കൊടുക്കുക, ഡ്രസ്സ് കൊടുക്കുക. അതാണല്ലോ ഏറ്റവും വലിയ കർമ്മങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഖൈറുന്നാസി ഇലല്ലാഹ് അൻഫഅഹും ലിന്നാസ്, മനുഷ്യന്മാരിൽ നല്ല ആൾക്കാർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ആൾക്കാരാണ്. ജനങ്ങളെ സഹായിക്കുക. ജനങ്ങൾക്ക് വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടോ, രോഗികളായ ആളുകളുണ്ടോ, അതൊക്കെ നമ്മുടെ ബാധ്യതയാണ്. ഞാനും എന്റെ മക്കളും കുട്ടികളും എന്റെ ജോലിയും മാത്രം അങ്ങനെ ഒതുങ്ങി കൂടേണ്ട ആളല്ല മുസ്ലിം. മറിച്ച് തന്റെ സമൂഹത്തിലെ അതാരായിരുന്നാലും, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായി', അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ അറിയണം ആളുകളുടെ വേദനകളും മറ്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കാൻ കൂടെ നിൽക്കണം. വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ, നമ്മൾ വേറൊരാളെ സഹായിക്കുമ്പോൾ അത് നമ്മളെയും സഹായിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ഏറെ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടാതെ പ്രാർത്ഥനകളായി, ഖുർആൻ പാരായണമായി, മറ്റു ഇബാദത്തുകളായി കൊണ്ട് നമ്മൾ സജീവമാക്കുക. ഫൈദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക
ഫീക ഫർഗബ്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് ഇബാദത്തുകളിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹത്തോടെ ആഫിയത്തോടെ ഇനിയുള്ള നാളുകളിൽ ഈ റമദാനിന്റെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളുണ്ട്, വിഷമിക്കുന്നവരുണ്ട്, മരണപ്പെട്ടു പോയവരുണ്ട്, ഈ റമദാനിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ദുരിതങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, നമ്മുടെ രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, വേദനിച്ച, നമ്മെ നമ്മളാക്കാനും നമ്മൾ ഇപ്പോൾ എത്തിപ്പെട്ടു നിൽക്കുന്നതിന്റെ പിന്നിലൊക്കെ ഏറെ പരിശ്രമിച്ചവർ നമ്മുടെ ഉമ്മയും ബാപ്പയുമാണ്. അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ജീവിച്ചിരിക്കുന്നവരുണ്ടാവാം, മരിച്ചുപോയവരുണ്ടാവാം. അവർക്ക് വേണ്ടിയൊക്കെ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബേ എന്റെ ഉമ്മാക്കും ബാപ്പാക്കും പുറത്തു കൊടുക്കണേ. റബ്ബി ഗഫിർലി വലിവാലിദയ്യ, ചെറുപ്പത്തിൽ എന്നെ നോക്കി വളർത്തിയതുപോലെ അവർക്ക് നീ കരുണ ചെയ്യണേ തുടങ്ങിയ പ്രാർത്ഥനകളൊക്കെ സഹോദരങ്ങളെ അധികരിപ്പിക്കാൻ ശ്രമിക്കുക. സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. ദുആ തന്നെയാണ് ഒരു വിശ്വാസിയുടെ ശക്തിയും കാവലും. ദുആഉൽ മർഇ ലി അഖീഹി ബിഗൈറിൽ ഗൈബി മുസ്തജാബ്. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് ഉത്തരം നൽകപ്പെടും. വഖാലൽ മലക്, മലക്ക് പറയും ആമീൻ വലക ബിമിസ്ൽ, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. അതുകൊണ്ട് പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിശ്വാസികൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായി ഉണ്ട്. അവരുടെയൊക്കെ ദുരിതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ സമ്പാദ്യത്തിലും കുടുംബത്തിലുമൊക്കെ അല്ലാഹു എല്ലാവിധ റഹ്മത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. നാളെ ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ ഞങ്ങളെ നീ അപമാനിക്കരുത് റബ്ബേ. നിന്റെ മഹ്ദായ ഫള് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ പുറത്ത് നിന്റെ സ്വർഗീയ ലോകത്ത് ഒരിടം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും കുടുംബത്തെയും എല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.